ബിജെപിയുടെ സഖ്യകക്ഷിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്ന് കേരളത്തിലെ പ്രതിപക്ഷ എംപിമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അസ്തിത്വം തകർന്നതിന് സമാനമാണെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട കേരള എംപിമാർ പ്രതികരിച്ചു. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ LDF, UDF എംപിമാരും സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ബസ്സിലാണ് നമ്മളിപ്പോഴുള്ളത്. എംപിമാരോട് നമുക്ക് സംസാരിക്കാം. ഷാഫി പറമ്പിലുണ്ട് ആദ്യം. യഥാർത്ഥത്തിൽ BJPയുടെ ഒരു അന്ധഭക്തരല്ലാത്ത ഇന്ത്യ രാജ്യത്ത് പൊതുജന സമൂഹം വളരെ ഗൌരവത്തോടെ ഈ ചോദ്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്ന് വെറും ഒരു ആരോപണമല്ല, കൃത്യമായ തെളിവോടെയാണ്. രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷന് ഭരണഘടന നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം ഇലക്ഷൻ ജനാധിപത്യവും സംരക്ഷിക്കുക എന്നുള്ളതാണ്. പകരം BJPയുടെ ഒരു സഖ്യകക്ഷിയായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരു മറുപടി പറയാൻ പോലും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. ജുഡീഷ്യൽ സിസ്റ്റത്തോട് ഒരു സാധാരണക്കാരനുള്ള വിശ്വാസ്യത പോലെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനോടുമുള്ളത്. അതിലാണ് വലിയ വിള്ളലുണ്ടായിട്ടുള്ളത്. RSS ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. അത് ഈ രാജ്യത്തിലെ വോട്ടവകാശമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. നിഷ്പക്ഷമായി, നീതിപൂർവമായി, സുതാര്യമായി, സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു പോഷക സംഘടനയാക്കി മാറ്റിയിരിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അസ്തിത്വം തകർന്നു, ദുർബലപ്പെട്ടു എന്നുള്ളതാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമായിരുന്നു ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഇന്ന് ഡൽഹിയിൽ നടത്തിയ ഉജ്ജ്വലമായ പ്രതിഷേധ മാർച്ച്. തെരുവിലേക്ക് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിന് തയ്യാറായിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരെയാണ് നിലവിലെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തിട്ടുള്ളത്. വളരെ അനായാസമായി ഇന്ന് അധികാരത്തിലിരിക്കുന്ന കക്ഷിക്ക്, മുന്നണിക്ക് വിജയിക്കാനുള്ള ഒരു കുറുക്കു വഴിയാണ് തേടുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിനെ, അതിനെ സംരക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടമാണ്. അതാരും വിട്ടുകൊടുക്കില്ല. 100ഓളം MPമാർ സമാധാനപരമായി ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്തത്, അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഷിജു പട്ടുവത്തിനൊപ്പം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.